അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ലോകമെമ്പാടും ബലിപെരുന്നാൾ ആഘോഷവേളയിലാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ പിന്നിൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും അനന്തവും അതുല്യവുമായ സ്നേഹത്തിന്റെയും കഥ പറയാനുണ്ട്. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം മക്കളില്ലാതെ വിഷമം അനുഭവിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ദശയിൽ അള്ളാഹു കൊടുത്ത സമ്മാനമായിരുന്നു നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിച്ച് തന്റെ കുടുംബത്തെക്കാളും തന്റെ സന്താനങ്ങളെക്കാളും തനിക്ക് ലഭിച്ച എല്ലാ വസ്തുക്കളെക്കാളും എൻ്റെ റബ്ബിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന സന്ദേശം ലോകത്തിന് നൽകി അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്റെ ഏക മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിയെറുക്കാൻ അള്ളാഹുവിന്റെ പ്രത്യേക തീരുമാനത്തിന് അടിയുറച്ച് ജീവിതം നമുക്ക് കാണിച്ചു തന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആ ഒരു ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷം. ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, സ്നേഹം അള്ളാഹുവിന്റെ പേരിൽ മാത്രം, വെറുപ്പും അള്ളാഹുവിന്റെ പേരിൽ മാത്രം. നാം ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ അടിയടിയായി വരുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നാം ഉറച്ചു നിന്നാൽ ആ വിഷമങ്ങളെല്ലാം നമുക്ക് മുമ്പിൽ ഉരുകിത്തീരുന്ന കാഴ്ച നമുക്ക് തന്നെ അനുഭവിക്കാനാകും. ഞാൻ ബഹുമാനപ്പെട്ട ഹാമിദുൽ അഫ്ഫാഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാം. ബഹുമാനപ്പെട്ടവർ ഒരു വെള്ളിയാഴ്ച ദിവസം അതിരാവിലെ പള്ളിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ആ പള്ളിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതിനിടെ ബഹുമാനപ്പെട്ട ഹാമിദുൽ അഫ്ഫാഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പള്ളിയിലേക്ക് പോയാൽ നാം ഭക്ഷണത്തിന് വേണ്ടി പൊടിക്കാൻ കൊടുത്ത ധാന്യം മില്ലിൽ നിന്ന് ആര് വാങ്ങിച്ചു കൊണ്ടുവരും? രണ്ടാമതായി അവർ പറഞ്ഞു, നമ്മുടെ കെട്ടിയിടപ്പെട്ട ആട് അഴിഞ്ഞു പോയിട്ടുണ്ട്, അതിനെ പിടിച്ചു കൊണ്ടുവരണം. മൂന്നാമതായി പറഞ്ഞു, ഇന്ന് നമ്മുടെ കൃഷിയിടം നനച്ചിട്ടില്ല, ആ കൃഷിയിടം നനയ്ക്കേണ്ടതുമുണ്ട്. ബഹുമാനപ്പെട്ട ഹാമിദുൽ അഫ്ഫാഫ് ഞങ്ങൾ ചിന്തിച്ചു, അല്ലാഹ്, ഞാൻ ഇതിനു പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെത്താൻ കഴിയില്ലല്ലോ. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി പള്ളിയിലേക്ക് പോകണോ, ഇതിന്റെ പിന്നാലെ പോകണോ? ബഹുമാനപ്പെട്ടവരൊന്നും ചിന്തിച്ചില്ല, നേരെ പള്ളിയിലേക്ക് നടന്നു. പള്ളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹാമിദുൽ അഫ്ഫാഫ് തങ്ങൾ ചിന്തിച്ചു, എൻ്റെ കൃഷിയിടം നനച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ടവർ നേരെ കൃഷിയിടത്തിലേക്ക് പോയി നോക്കുമ്പോൾ തൻ്റെ കൃഷിയിടം നനഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് എൻ്റെ കൃഷിയിടം നനഞ്ഞത്? തൊട്ടടുത്തുള്ള കൃഷിക്കാരൻ പറഞ്ഞു, സഹോദര, ഞാൻ എൻ്റെ കൃഷി നനയ്ക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ കൃഷിയിലെ വെള്ളം നിങ്ങളുടെ കൃഷിയിലേക്കും വരികയായിരുന്നു. ബഹുമാനപ്പെട്ട ഹാമിദുൽ അഫ്ഫാഫ് റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലേക്ക് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്റെ നഷ്ടപ്പെട്ടു പോയ ആട് കെട്ടിയിടപ്പെടുന്നത് കാണാനിടയായി. ബഹുമാനപ്പെട്ടവർ ആശ്ചര്യത്തോടെ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ ഈ ആടിനെ ആര് കൊണ്ടുവന്നു? അവര് പറഞ്ഞു, ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ നമ്മുടെ വീടിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ആടിന് പിന്നാലെ ഒരു നരി ഓടി വരുന്നുണ്ട്. നമ്മുടെ ആട് വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ വാതിലടിച്ചു. അപ്പോൾ നീ ഇപ്പോൾ ഉണ്ടാക്കുന്ന ധാന്യപ്പൊടി എവിടുന്ന് കിട്ടി? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള സഹോദരൻ, അയൽവാസി, അദ്ദേഹത്തിന്റെ ധാന്യം വാങ്ങാൻ മില്ലിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ധാന്യമാണെന്ന് കരുതി നമ്മുടെ ധാന്യം എടുത്തു കൊണ്ടുവരികയും ചെയ്തതാണ്. കൊണ്ടുവന്ന സ്ഥിതിക്ക് അദ്ദേഹം നമുക്കിതിനെ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹാമിദുൽ അഫ്ഫാഫ് തങ്ങൾ പറഞ്ഞു, പടച്ചോനെ, നിനക്ക് വേണ്ടി ഒരാവശ്യം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ 3 ആവശ്യങ്ങളും നീ എനിക്ക് പൂർത്തീകരിച്ചു തന്നല്ലോ. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മടങ്ങിയാൽ മാത്രമേ അതിന് പരിഹാരം നമുക്ക് കാണാനൊക്കുകയുള്ളൂ. ലോകം നമുക്കെതിരെ തിരിഞ്ഞാലും അള്ളാഹു നമുക്കൊപ്പമുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അവസാനമായി പറയട്ടെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. നാം എന്നും നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നത് ദിക്റാണ്. അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ ഞങ്ങൾക്കൊരു കാര്യം തരാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത,
ഞങ്ങളിലേക്കൊരു കാര്യം നീ തടഞ്ഞാൽ അതിനെ നൽകാനും ഒരാൾക്ക് സാധിക്കുകയില്ല. വലാ മുബദ്ദില ലിമാ ഹക്കംത, നിന്റെ വിധിക്ക് നിന്റെ ഹിക്മത്തിന് പകരം വെക്കാനും ഒരാൾക്കും സാധ്യമല്ല എന്നുള്ള ഈ ഒരു വിശ്വാസം ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ അചഞ്ചലമായി നിലകൊള്ളട്ടെ. അതിന് ഈ ഒരു പെരുന്നാൾ കാരണമാക്കട്ടെ. ഏവർക്കും SSF ലക്ഷദ്വീപിന്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ.